ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നതും മറയൂർ ശർക്കര എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതെന്നും ഒക്കെ ഈ വീഡിയോയിലൂടെ കാണാം. മറയൂറിൻ്റെ പ്രധാനപ്പെട്ട കൃഷികളിൽ ഒരെണ്ണമാണ് നമ്മുടെ കരിമ്പ് കൃഷി. അവരുടെ ഏറ്റവും ഇവിടെ എല്ലാവരും ചെയ്യുന്ന തൊഴിലും അതാണ്. കരിമ്പ് തോട്ടത്തിലെ ജോലികളാണ് ഇവിടെ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് കേട്ടോ. ഫാക്ടറികളും തന്നെയുണ്ട്. ദൂരെ കാണുന്ന മലയാണ് കാന്തല്ലൂർ. അപ്പം ഞങ്ങളിതേ ശർക്കര ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ശർക്കര നിർമ്മാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. അത് ആദ്യം ഇങ്ങനെ കരിമ്പ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അത് ഈ മെഷീനിലൂടെ ജ്യൂസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ അങ്ങനെ ചേച്ചിമാർ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഒന്ന് ചെയ്യാനൊക്കെ തോന്നിയിട്ട് ഞാനും ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. അതിനുശേഷം ഈ വരുന്ന ജ്യൂസ് നേരെ വന്ന് ഒരു ക്യാനിലേക്ക് വീഴുന്നു. അവിടെ ഇത് ഫിൽറ്റർ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫിൽറ്ററായിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടാണ് നേരെ നമ്മുടെ വലിയൊരു ടാങ്ക് ഉണ്ട് അതിനകത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള വേസ്റ്റ് അവർ ഉണക്കിയെടുക്കുന്നു. അത് ഇതിൻ്റെ ഉപയോഗത്തിന് തന്നെയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കരിമ്പിൻ്റെ ജ്യൂസ് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചികക്കുട്ടി അതിൻ്റെ ഒപ്പം ജ്യൂസൊക്കെ ഒന്ന് ആക്കുന്നുണ്ടായിരുന്നു. ഈ ജ്യൂസ് ആക്കുന്ന കരിമ്പ് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ജ്യൂസ് ആക്കി തരുന്നത്. ഇതിപ്പോൾ വരുന്നത് ആ ജ്യൂസ് വന്ന് ഈ ഒരു ടാങ്കിൽ നിറഞ്ഞിട്ട് അത് നേരെ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിനകത്തേക്ക് വീഴുവാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട വേസ്റ്റ് ഇല്ലേ, അത് തന്നെ ഉണക്കിയതിന് ശേഷം അവരത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ തീ കത്തിക്കുന്നത്. അത് മാത്രമാണ് ഇവിടെ തീയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പാത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാഗത്തകിടാണ് കേട്ടോ. നാഗത്തകിട് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യാത്തതും. ഈ ശർക്കരപ്പാനി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് പിടിക്കാൻ പറ്റും കേട്ടോ. വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നാത്തത് ഈ ഒരു ലോഹം ഉപയോഗിച്ച് നിർമ്മിച്ചത് കൊണ്ടാണെന്ന് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു. ഇത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടതുപോലെ ജ്യൂസാക്കും. ജ്യൂസാക്കാൻ 1 മണിക്കൂർ എടുക്കും. ആ ജ്യൂസാക്കി 700 ലിറ്റർ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അത് അതിനകത്ത് ആ ടാങ്കിനകത്തേക്ക് 700 ലിറ്റർ ജ്യൂസ് ഫില്ലാവും. ഫില്ലായതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് മാറും. അതിൻ്റെ ഉള്ളിൽ മാറിയതിന് ശേഷം അതൊരു 3 മണിക്കൂറോളം നന്നായി തിളപ്പിച്ച് വറ്റിക്കും. വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ കുറച്ച് നേരം അപ്പോൾ അതിൻ്റെ പതയെല്ലാം തെളിഞ്ഞ് വരും. ആ പത നമ്മൾ എടുത്ത് മാറ്റുന്നു. അതിനുശേഷം പിന്നെയും പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റേജാണ്. ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഇത് നമ്മൾ വെള്ളത്തിനകത്തേക്ക് പച്ചവെള്ളത്തിനകത്തേക്ക് ഇടുന്ന സമയത്ത് കട്ട പോലെ ഒട്ടുന്ന അതാണ് ഇതിൻ്റെ പാകം. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് മാറ്റി ഉരുട്ടിയെടുക്കാൻ പാകത്തിലേക്ക്. ഇപ്പോൾ ചേച്ചി എടുക്കുന്നത് ശർക്കരയ്ക്ക് മുന്നേ, അതായത് നമുക്കിവിടെ ബോട്ടിൽ മേടിക്കാൻ കിട്ടും പാനിയായിട്ട്. അത് നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പാകം, അതായത് ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആവുന്ന ഒരു സമയമാണ്. അത് അവർക്ക് ആവശ്യമുള്ള ഓരോ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തും ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി അവർ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അത് പാനി രൂപത്തിൽ ചേച്ചി ഇവിടെ എടുക്കുന്നുണ്ട്. അത് കാണാൻ പറ്റും. ഒന്ന് കാണിക്കും, ക്ലോസ് കാണിക്കും. ഇങ്ങനെ അരിച്ചെടുക്കും കേട്ടോ. ഈ അരിച്ചെടുക്കുന്നതാണ് ബോട്ടിലാക്കിയിട്ട് 1 ലിറ്ററിന് എത്ര ചേച്ചി? 1 ലിറ്ററിന് 100 രൂപ നിരക്കിലാണ് ഇവർ കൊടുക്കുന്നത്. ഈ ഒരു അടുപ്പ് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് ഉപയോഗിച്ചാണ്. മണ്ണും ചാണകവും ഉണ്ടല്ലേ, ചാണകവും കൂടി വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു വലിയ പാത്രമാണെങ്കിൽ അതിൻ്റെ നടുക്കൊരു 6 അടിയോളം ആഴത്തിലൊരു കുഴിയുണ്ട്. ആ കുഴിക്കുള്ളിലേക്കാണ് ഈ നമ്മുടെ കരിമ്പിൻ്റെ ചണ്ടി പോകുന്നത്. അത് നീക്കിയിട്ടിട്ടാണ് ഇത് കത്തിക്കുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് ഇവർ കത്തിക്കുന്നത്. അത് വേസ്റ്റാക്കി കളയുന്നതൊന്നുമില്ല. ഈ കരിമ്പിൻ്റെ വേസ്റ്റ് വെച്ചിട്ടാണ് ഇത് കത്തിച്ചെടുക്കുന്നത്. ആ ഒരു 6 അടി കുഴിയിൽ നിന്നാണ് ഈ തീ മുഴുവൻ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇത് 2.25 മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനെ ഇളക്കുന്നത് കേട്ടോ. അതായത് ലാസ്റ്റ് 15 മിനിറ്റ്, 3 മണിക്കൂർ മൊത്തം പ്രോസസ്സിൽ ലാസ്റ്റ് 15 മിനിറ്റാണ് ഇതിങ്ങനെ ഇളക്കുന്നത്. ഇങ്ങനെ ഇളക്കിക്കോ ഒന്നുകൂടെ. ഇവിടെ നല്ല ശുദ്ധിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ പള്ളികളിലേക്കും ഒക്കെ പായസത്തിനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ശുദ്ധിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കാരണം തന്നെ ഇവിടെ അവർ ചെരുപ്പൊന്നും ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കില്ല കേട്ടോ. വളരെ ശുദ്ധിയോടുകൂടിയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഇത് ഇനി അരിച്ചൊഴിക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടല്ലേ ചേച്ചി ഇതിങ്ങനെ വയ്ക്കുന്നത്? അരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയ അരിപ്പയാണ് കേട്ടോ. അതിനകത്തേക്കാണ് ഇനി ആ പാനി വന്ന് വീഴാൻ പോകുന്നത്. ഈ പാനി വറ്റിയത് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഇനി കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നേരെ ആ അരിപ്പിലേക്ക് പോകുന്നു. ശർക്കരയുടെ പാകത്തിലേക്ക് ആവുകയോ ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. വെള്ളത്തിനകത്തേക്ക് ഇത് കുറച്ചെടുത്തിട്ട് നമ്മളിതിങ്ങനെ മുക്കി നോക്കും. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ടോ? കുറച്ചായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തണുത്താണ് ഇരിക്കുന്നത് കേട്ടോ. വെള്ളത്തിൽ മുക്കി എടുത്തതാണ്. ഇത് ഹാർഡാവും. ഇത് ഇപ്പോൾ കുറച്ചുകൂടി ആകാനുണ്ട്, പാകമായിട്ടില്ല. ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് ഹാർഡാവുന്ന സ്റ്റേജിലാണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. ഇതിങ്ങനെ ശർക്കര മിഠായി എന്ന് പറഞ്ഞിട്ട് ചികയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിള്.
700 ലിറ്റർ ജ്യൂസിൽ നിന്നും ഉണ്ടാകുന്നത് 180 മുതൽ 200 കിലോ വരെ ശർക്കരയാണ് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിങ്ങനെ കറക്കിയിട്ട് അത് ഓപ്പൺ ചെയ്ത് വിടുവാണ് കേട്ടോ. അതിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഇതിലുള്ള മുഴുവൻ ശർക്കരയും നമുക്ക് അതിനകത്തേക്ക് കൂടി ആ അരിപ്പിനകത്തേക്ക് വന്ന് വീഴും കേട്ടോ. ശർക്കര ദേ ഇതിൻ്റെ ഉള്ളിലൂടെ വന്ന് ആ അരിപ്പിൽ വീണ് താഴെ ഈ തടി വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് വന്ന് വീഴുന്നത്. എന്നിട്ട് ഇത് തണുക്കും. തണുത്തതിന് ശേഷമാണ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. ഇതിലൂടെ ആ ഫിൽറ്ററിലേക്ക് വീഴുവാണ് കേട്ടോ. ആ അരിപ്പിലൂടെ വീണ് നേരെ അരിച്ച് ഈ ഒരു ട്രേക്കുള്ളിൽ വന്ന് വീഴുവാണ്. അത് ഇച്ചിരി ഒരു ഒരു സ്ക്വയർ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീണ് ഇത് തണുക്കുകയാണ്. തണുത്തതിന് ശേഷമാണ് ശർക്കരയാക്കി ഉരുട്ടിയെടുക്കുന്നത്. അവിടെ 2 പേര് അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ശർക്കരയുടെ ആ പാനിയും ഫുള്ള് ഇതിന് ഉള്ളിലേക്ക്, അത് കഴിഞ്ഞതിന് ശേഷം ഇത് മുഴുവൻ ഈ അരിപ്പിലേക്ക് മാറ്റിയതിന് ശേഷം അവർ ആ ഇളക്കിയ സംഭവം തിരിച്ച് പിന്നെയും അതുപോലെ തന്നെ വെക്കുന്നു. പിന്നെയും അതിലുള്ള ജ്യൂസ് ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് തുറന്നു വിടും. ഇത് കരിമ്പിൻ്റെ ജ്യൂസാണ് വരുന്നത്. ഏലക്ക ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ ഇത്. അതും കൂടി ഈ ശർക്കര പാനിക്കകത്തേക്ക് നമ്മൾ അരിച്ച് മാറ്റിയ ആ പാനിക്കകത്തേക്ക് ഇതുകൂടി ഇട്ട് മിക്സ് ചെയ്യുവാണേ. ഈ ഒരു സമയത്താണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് ഈ ചേച്ചി ഇടുന്ന പൊടിയെന്ന് പറഞ്ഞാൽ ചുക്ക്, ഏലക്ക, അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ആ പൊടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നത്. കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലേക്ക് ശർക്കര പാനി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചൂടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഇത് വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സൈഡിലേക്ക് ആക്കും. ആ ഒരു ഇത് വെച്ചിട്ട് ആ ചേച്ചി ഇത് ആക്കുന്നത് പോലെ ഇതിങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുക്കും. അപ്പോൾ വേഗം തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷമാണ് നമുക്ക് ഉരുട്ടാൻ പറ്റുന്നത്. ഇതിപ്പോൾ ആയി വരും കേട്ടോ. ഇപ്പോൾ തന്നെ ആവും. നല്ല പണിയുള്ളതാണ് കേട്ടോ. ഇത് ഒത്തിരി മണിക്കൂർ കൊണ്ടാണ് ഈ പണിയെല്ലാം തീർത്തൊരു ശർക്കരയാക്കി മാറ്റുന്നത്. എടുക്കാൻ പോവുകയാണേ. ഈ 700 ലിറ്റർ ജ്യൂസിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് ഈ ശർക്കര റെഡിയായി വരുമ്പോൾ 180 കിലോ മുതൽ 200 കിലോ വരെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അടുത്ത കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്ന 5 കിലോ ചുക്ക്, അതുപോലെ തന്നെ കുരുമുളക്, ഏലക്ക, കുരുമുളക് പൊടിച്ച്, ചുക്ക്, ഏലക്ക, കുരുമുളക്, വറുത്ത ജീരകം, ഇതെല്ലാം വറുത്തിട്ടാണ് ചേർക്കുന്നത്. ഇതെല്ലാം പൊടിച്ചത് 5 കിലോയാണ് ചേർക്കുന്നത്. അത് ചേർത്താണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്. അതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇത് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് കൈ ആക്കിയിട്ട് അതിനുശേഷം ഇതുപോലെ പിടിച്ച് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല. ചെറിയ ഉരുട്ടട്ടെ. എന്നെ കൊണ്ട് ഇതേ പറ്റും. ഇതിങ്ങനെ വെക്കട്ടെ ഞാൻ അതിലേക്ക്. അതിന് തന്നു കഴിച്ചു. ഇങ്ങനെ നല്ല ചൂട്. പറ്റത്തില്ല. ഇങ്ങനെ അല്ലേ? നല്ല ചൂട്. ഇതെന്നുണ്ടാക്കിയത് ചേച്ചി? ഇന്നലെ ആക്കിയത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ശർക്കര പാനി കേട്ടോ. ഇത് നമുക്ക് എന്തൊക്കെയാണ് ചേച്ചി, എന്തൊക്കെ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്? ബ്രെഡ്, ദോശ, എൻ്റെ കൂടെ തൊട്ട് കൂട്ടാൻ, അവല് നനയ്ക്കാൻ, അട ഉണ്ടാക്കാം, പഴവും പണിമുട്ടിക്കാൻ, ജാമിന് വേറെ ഉപയോഗിക്കാം, കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, സർബത്ത് ഉണ്ടാക്കാനൊക്കെ എടുക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ ഉപയോഗം. 1 വർഷം വരെ നിൽക്കും. പുറമെ വെച്ചാൽ 4-5 മാസം. ഈ ശർക്കര ആണെങ്കിലോ? ശർക്കര ഒരു 7-8 മാസം വരെ. 7-8 മാസം വരെ നിൽക്കും. അപ്പം ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഈ നടത്തുന്ന യൂണിറ്റിൻ്റെ പേരാണ് AMK കേട്ടോ. ഇത് മറയൂർ ജാഗരി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഫ്രീ വിസിറ്റാണ്. ഇവിടെ നമുക്കെല്ലാം കാണാം. അവരെല്ലാം പറഞ്ഞു തരും. നിർമ്മിക്കുന്നതും ജ്യൂസ് ആക്കുന്നതും, കരിമ്പിന് ജ്യൂസ് എടുക്കുന്നതും, അത് പാനിയാക്കുന്നതും, ശർക്കര വരെയുള്ള പ്രോസസ്സ് നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഫ്രീ വിസിറ്റാണ്.